ഒരു രാജ്യമാണെങ്കിൽ ശത്രു വേണം, ശത്രുവിനെ ജയിക്കാൻ സേന വേണം, നല്ല സേന നയിക്കാൻ സേനാപതി വേണം. ഇനി സേനാപതി ഉണ്ടായിട്ടും വിജയിച്ചില്ലെങ്കിൽ കല്യാണം കഴിക്കണം. അതെ, ഞാനതൊരു തമാശ പോലെ പറഞ്ഞതാണെങ്കിലും നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ വലിയ യുദ്ധങ്ങളെല്ലാം ജയിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ മാട്രിമോണിയൽ അലയൻസ് എന്ന് പറയുന്ന വലിയൊരു ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് രാജ്യങ്ങളും സന്ധികളും എല്ലാം ഒപ്പുവെച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുക. ഇത് പണ്ട് തൊട്ടേ, ചരിത്രാതീത കാലം തൊട്ടേ നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ്. ഇന്ന് നമ്മളൊരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. നമ്മളൊരു പുതിയ സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ്, IAS ഫാക്ടർ. ഇത് ചരിത്രം ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് വേണ്ടിയുള്ളൊരു പ്രത്യേക സെഗ്മെൻറ്റാണ്, ചരിത്രം രസകരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് വെറുതെ അല്ല. ഇന്ന് ഈ കല്യാണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ. അതിൽ പണ്ട് കാലത്ത് നമ്മൾ പറയുമായിരുന്നു, അതായത് കല്യാണമാണെങ്കിൽ എനിക്കൊന്നൊരു 90-കൾ 80-കൾ 90-കളിലൊക്കെ ആൾക്കാർ പറയുന്ന പോലെ 50 പവനും മാരുതി കാറൊക്കെ കല്യാണത്തിൽ സ്ത്രീധനമായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഞാനത് ചർച്ച ചെയ്യുന്നത്. കാരണം സ്ത്രീധനം, ഡൗറി എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമായി മാറിക്കഴിഞ്ഞു. എത്ര പേരുടെ മരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ മുംബൈ ബോംബഹിയ എന്ന് പറയുന്ന സ്ഥലം, ബോംബഹിയ എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് ബോംബെ, അത് തന്നെയാണ് ഇന്ന് മുംബൈ. ഈ പറയുന്ന സ്ഥലം കാലഘട്ടം 1600-കളാണ്. 1600 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ കയ്യിരുന്ന സ്ഥലമാണ് ബോംബഹിയ എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലം സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലീഷുകാർ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളെല്ലാം കൈയടക്കി വരുന്ന ഒരു കാലഘട്ടം കൂടാണ്. എല്ലാ സിറ്റീസും കോൺക്വർ ചെയ്ത് വരുന്നൊരു സമയമാണ്. ബോംബെ കിട്ടണം, വേറൊന്നുമില്ല. അവിടുത്തെ ചാൾസ് രണ്ടാമൻ, അന്നത്തെ രാജാവ് ചാൾസ് എന്ന രാജാവും കാത്തറീൻ ബ്രഗാൻസ എന്ന് പറയുന്ന പോർച്ചുഗീസ് പ്രിൻസസിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ മാരുതി കാറും ഇതൊന്നും കിട്ടുന്നതിന് പകരം ബോംബെ എന്ന് പറയുന്ന ബോംബഹിയ എന്ന് പറയുന്ന നഗരം, 7 ഐലൻഡ്സ് ഉള്ള ദ്വീപുകളുള്ള ഈ ഐലൻഡ് തന്നെ സ്ത്രീധനമായി ഇംഗ്ലീഷുകാർക്ക് കിട്ടുകയാണ്. ഇത് ഇന്നത്തെ ഈ ചരിത്രം രസകരത്തിൽ ബോംബെ എന്ന മഹാനഗരം, ബോംബഹിയ എന്ന നഗരം എങ്ങനെയാണ് സ്ത്രീധനമായി ഇവർക്ക് കിട്ടിയതും അതിനെക്കുറിച്ചിട്ടുള്ള ചരിത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചരിത്രം രസകരം. And I just want to say thank you for making it happen. Thank you. കാലഘട്ടം 1600-കളാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1662. നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം, 1600 1600-കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നു. പക്ഷേ ഇതിന് ഒരുപാട് വർഷം മുന്നേ 1498 ഒക്കെ ആയപ്പോൾ തന്നെ പോർച്ചുഗീസുകാർ ഇവിടെ ഭരിക്കുന്നുണ്ട്. സോ ഇവിടെയുള്ള പല സ്ഥലങ്ങളും പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്. ഇംഗ്ലീഷുകാർ പൊതുവെ പുതിയ ആൾക്കാരാണ്, ഇന്ത്യയിൽ വന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇംഗ്ലീഷുകാർ ഓരോ നഗരങ്ങളും കീഴടക്കി വരുന്ന കാലഘട്ടമാണ്. ഒന്നിന് പുറകെ മറ്റ് സിറ്റീസ് എല്ലാം പിടിച്ചെടുത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ബോംബെ വളരെയധികം താല്പര്യം തോന്നി. അന്ന് ബോംബെ പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്. അപ്പോൾ ഇത് ഇവരുടെ കൈ ഇരിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷുകാർക്ക് ഇത് വളരെ താല്പര്യമാണ്. കാരണം പോർച്ചുഗീസുകാർക്ക് സത്യം പറഞ്ഞാൽ ബോംബെയുടെ വാല്യൂ അല്ലെങ്കിൽ വില മനസ്സിലായിട്ടില്ല. ഇംഗ്ലീഷുകാർക്ക് നല്ലോണം അറിയാം ഒരു കോസ്റ്റൽ സിറ്റിയാണ് ഇത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഒരു വിഷൻ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവർക്ക് വേണം. ഈ ഇൻഫർമേഷൻ എല്ലാം ഇതിനകത്ത് രസകരമായുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ദ സിറ്റി ഓഫ് ഗോൾഡ് എന്ന് പറയുന്നൊരു പുസ്തകവും അതേപോലെ ലോസ്റ്റ് ക്വീൻ എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ ഒത്തിരി രസകരമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവർ നല്ലൊരു അലയൻസ് ആണെന്ന് വിചാരിച്ചു. പോർച്ചുഗീസുകാർ ഇങ്ങനെ ഒരു കല്യാണം ഓക്കെ പറഞ്ഞു. കാരണം ഇതിനു മുന്നേയും പോർച്ചുഗീസും ഇംഗ്ലണ്ടും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആ യുദ്ധത്തിനൊരു അവസാനം കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവർ കല്യാണം എന്നൊരു ഇതിലേക്ക് എത്തിയത്. സോ അങ്ങനെ കല്യാണം തീരുമാനിച്ചു. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ചാൾസ് രണ്ടാമൻ വളരെയധികം, നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം ലോകത്തുള്ള എല്ലാ സുന്ദരികളെയും ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഫൈനലി കൊട്ടാരത്തിൽ പുതിയൊരു ചർച്ച വന്നു, കല്യാണം കഴിക്കേണ്ട സമയമായി. അങ്ങനെ പിന്നെ അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പറയുകയും ചെയ്തു, എന്നാൽ പിന്നെ കല്യാണം കഴിക്കാൻ സമയമായി, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ കല്യാണം തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും കല്യാണത്തിൻ്റെ പുറകിലും ബോംബെ എന്ന് പറയുന്നൊരു സിറ്റി കിട്ടിയാൽ കൊള്ളാം താല്പര്യമുണ്ട്. ഇവർ കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിൻ്റെ ഭാഗമായി
ബോംബഹിയ എന്ന് പറയുന്ന ഒരു നഗരം, ഒരു സിറ്റി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. 3 ലക്ഷം, നമ്മൾ 3 ലക്ഷം പൗണ്ട്, ആ കാലഘട്ടത്തിൽ 3 ലക്ഷം പൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കാം. മൊറോക്കോ, മെഡിറ്ററേനിയനിലെ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലം, ടാൻജീർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതും തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷുകാർ വളരെ ഹാപ്പിയായി. പോർച്ചുഗീസുകാർ ബോംബെയുടെ വില അറിയാത്ത അവർ ഇത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ രണ്ട് പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറഞ്ഞാൽ, ഒന്ന്, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷുകാരുടെ കയ്യിൽ ഇംഗ്ലീഷുകാരുടെ സെക്യൂരിറ്റിയും കൂടെ നമുക്ക് കിട്ടണം, ഇംഗ്ലീഷുകാരുടെ സപ്പോർട്ടും കൂടെ കിട്ടിയ ഡച്ചുകാർക്കെതിരെ. ഈ പോർച്ചുഗീസുകാർക്ക് 2 ആൾക്കാരെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഒന്ന്, ഡച്ച് പട ഇന്ത്യയിൽ വലിയ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡച്ചുകാരെ ഇഷ്ടമല്ല. സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാർക്ക് സ്പെയിൻകാരെ ഇഷ്ടമല്ല. അവർ ഇന്ത്യയിൽ ഇല്ലെങ്കിലും സ്പെയിനെതിരെയുള്ള യുദ്ധത്തിനും ഇംഗ്ലീഷ് സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മോളെയും കെട്ടിച്ചു തരാം, 3 ലക്ഷം പൗണ്ടും തരാം, സ്ഥലവും തരാം, ബോംബെ എന്ന് പറയുന്ന നഗരവും തരാം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. വളരെ ആർഭാടമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നു. 1662 കല്യാണം കഴിഞ്ഞു. പക്ഷേ അവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട സംഭവം. ഇനി ബോംബെ പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർക്ക് കൊടുത്തില്ല. ഇംഗ്ലീഷുകാർ ചോദിച്ചുകൊണ്ടേയിരുന്നു, കൊടുക്കുന്നില്ല. സ്ത്രീധനം കൊടുത്തു, കല്യാണം നടന്നു, ട്രീറ്റി ഒപ്പിട്ടു. ഇതിലൊക്കെ നമ്മൾ മലയാളികൾക്ക് കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബോംബെ സ്ത്രീധനമായി കൊടുത്തതിൽ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി, 1600കളിലെ കൊച്ചി. ഇത് സ്വാഭാവികമായിട്ടും പോർച്ചുഗീസ് കൺട്രോളിലായിരുന്നു ഈ സ്ഥലം ഏറ്റവും കൂടുതൽ നോക്കി വെച്ചിരുന്നത്, അല്ലെങ്കിൽ ഇത് വേണം എന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നത്, ഇംഗ്ലീഷുകാരെക്കാട്ടും കൂടുതൽ കൺട്രോൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഡച്ചുകാരാണ് കൊച്ചിയിൽ. പോർച്ചുഗീസുകാർക്ക് സ്വാഭാവികമായിട്ടും ഡച്ചുകാരെ കൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ട്രീറ്റി ഒപ്പിട്ടതിൽ ആർട്ടിക്കിൾ 11 എന്ന് പറഞ്ഞൊരു ട്രീറ്റിയാണ്, ഒരു സെക്ഷനുണ്ട്. ഇതനുസരിച്ചിട്ട് കൊച്ചിയിൽ ഡച്ച് പട പോർച്ചുഗീസ് പടയെ ആക്രമിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പട അവിടെ വന്ന് ഇവരെ സഹായിച്ചു കൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്, പ്രധാനപ്പെട്ടത്. പിന്നെ ആർട്ടിക്കിൾ 14 അനുസരിച്ചിട്ട് ഇവിടെയുള്ള ഈ ഏരിയയിലെല്ലാം കൊച്ചിയും അതേപോലെ തന്നെ സീലോൺ, നമ്മുടെ ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലവും പോർച്ചുഗീസുകാർക്ക് വളരെ ഇഷ്ടമാണ്. അതും ഡച്ച് കൺട്രോളിലാണ്. അവിടെയും ഏറ്റവും കൂടുതൽ നടന്നിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഏലം, കാർഡമം, അതേപോലെ തന്നെ ക്ലോവ്, ഇപ്പോൾ സിന്നമൻ, കറുവപ്പട്ട എന്നൊക്കെ പറയുന്ന ആ കാലത്ത് സ്പൈസസിന് വേണ്ടിയാണല്ലോ ഇവർ വന്നിരുന്നത്. ഈ ട്രേഡിൻ്റെ ഒരു ബാലൻസും പോർച്ചുഗീസുകാർക്ക് വേണം. ഇവിടെയും ഡച്ചുകാർക്കെതിരെ ഇംഗ്ലീഷുകാർ സഹായിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് വ്യവസ്ഥ. അതിനുശേഷം ആ കാലഘട്ടത്തിൽ ബോംബെ എന്ന് പറയുന്നത് 7 ഐലൻഡ്സ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ബോംബെ എന്നുള്ളത് ബോംബെ ദി ഓൾഡ് വിമൻസ് ഐലൻഡ്സ്, മസഗാവൺ, പരേൽ, മാഹിം, ഇതേപോലത്തെ ഒരുപാട് ഐലൻഡ്സ് ചേർന്നിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബോംബെ. ഇതെല്ലാം അന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഐലൻഡ്സ് ആണ്. ഇവരെ കൊണ്ടത് പോർച്ചുഗീസുകാർക്ക് ഒരു രീതിയിലും ഇത് ഉപകരിക്കുന്നില്ല. വെറുതെ കിടക്കുന്ന കുറേ ഐലൻഡുകളാണ്, ഒരു ഗുണവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ എഗ്രിമെൻ്റ് വെച്ച് ഇവരിത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ഥലം ഇംഗ്ലീഷുകാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഇവർ കൊടുക്കുന്നില്ല. അവിടെയാണ് പോർച്ചുഗീസിൻ്റെ അന്നത്തെ ഗവർണറായിരുന്ന അന്റോണിയോ മെലോ കാസ്ത്രോ എന്ന് പറയുന്ന ആ ഗവർണർ ഒരു കാരണവശാലും രാജാവ് പറഞ്ഞിട്ട് പോലും ബോംബെ കൊടുക്കാൻ തയ്യാറല്ല. ഇംഗ്ലീഷുകാർ ഇവിടെ വന്നു, ഞങ്ങളുടെ ബോംബെ തരൂ, ബോംബഹിയെ തരൂ എന്ന് ചോദിച്ചു. സ്ത്രീധനം തരാൻ ബാക്കിയുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പെൺവീട്ടിൽ പോയിട്ട് സ്ത്രീധനം കിട്ടിയില്ല, തിരിച്ചു തരണം എന്ന് പറയുന്ന പോലെ ഇവർ കുറേ നേരം ബോംബെ കിടന്ന് ചോദിച്ചു. ഈ ഗവർണർ ഒരു രീതിയിലും കൊടുക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പോർച്ചുഗീസ് കൺട്രോളുള്ള ടെറിട്ടറീനെ എല്ലാം ഡച്ചുകാർ ആക്രമിച്ചു. ഇംഗ്ലീഷുകാർ തിരിഞ്ഞു നോക്കിയില്ല. വ്യവസ്ഥ അനുസരിച്ച് ഇംഗ്ലീഷുകാർ വരും എന്ന് പറഞ്ഞു, അവർ വന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം പല സ്ഥലങ്ങളിലും ഡച്ചുകാരുടെ ആക്രമണം പോർച്ചുഗീസുകാർക്കുണ്ടായി, ബ്രിട്ടീഷുകാരെ സഹായിച്ചില്ല. പോർച്ചുഗീസ് ഗവർണർ അന്റോണിയോ മെലോ കാസ്ട്രോ പോർച്ചുഗൽ ലിസ്ബണിലേക്ക് എഴുതി അയച്ചു, നമ്മുടെ ഒരു വ്യവസ്ഥകളും ഇവർ പാലിച്ചിട്ടില്ല, കല്യാണം മാത്രം നടന്നു, ഒരു കാരണവശാലും ബോംബെ കൊടുക്കരുത് എന്ന് പറയുന്നൊരു വ്യവസ്ഥയിലേക്ക് കത്തഴിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിച്ച സംഭവം കിട്ടിയില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? സാധാരണ ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ പോയി അന്വേഷിക്കില്ല, നിങ്ങൾ എന്താണ് ഇത് ചെയ്യാത്തതെന്നൊക്കെ ചെയ്തിൽ ഇവർ അന്നത്തെ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആയിരുന്ന എബ്രഹാം ഷിപ്മാൻ എന്ന് പറയുന്ന ഒരാളെ ഇവരിങ്ങോട്ട് വിട്ടു കാര്യങ്ങൾ അന്വേഷിക്കാൻ. ഇവർ കർണാടകയിലൊക്കെ വന്ന് മുംബൈയിൽ എത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ബോംബെയിലേക്ക് പോർച്ചുഗീസുകാർ അന്റോണിയോ മെലോ കാസ്ട്രോ എന്ന് പറയുന്ന ഗവർണർ ഈ എബ്രഹാം ഷിപ്മാൻ, അതായത് സ്ത്രീധനം ചോദിക്കാൻ ബോംബെ കിട്ടിയില്ല ഇതുവരെ, ഇത് അന്വേഷിച്ച് വന്ന ആളെ ബോംബെയിലേക്ക് കടത്തിയത് പോലുമില്ല. ഇതിനിടയിൽ വെച്ചിട്ട് ഇദ്ദേഹം കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ വളരെ ശക്തമായി പിന്നെയും പോർച്ചുഗൽ രാജാവിന് കത്തെഴുതി ലിസ്ബണിലേക്ക്.
ഇത്രയും വർഷം കഴിഞ്ഞു. 1662 കല്യാണം കഴിഞ്ഞു, 63 കഴിഞ്ഞു, 64 കഴിഞ്ഞു, 2 വർഷമായിട്ട് സ്ത്രീധനം തന്നിട്ടില്ല. ബോംബെ ഇതുവരെ കിട്ടിയില്ല അവർക്ക്. ഇനി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രാജാവിന് കത്ത് എഴുതി. ഇപ്പോൾ രാജാവ് അവസാനം പോർച്ചുഗീസ് രാജാവ് ഒരു കത്ത് എഴുതി, ഇനി ഒരു കാരണവശാലും ഗവർണർ ഇത് പിടിച്ചു വെക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇത് ഇവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉത്തരവ് പോർച്ചുഗലിൽ നിന്ന് ലിസ്ബണിന് ബോംബെയിലേക്ക് ഉത്തരവ് വന്നു. ഗവർണർ വന്നില്ല, മെലോഡി കാസ്ട്രോ വന്നില്ല, അദ്ദേഹം പോയി. ഒരു പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ലോക്കലായിട്ടുള്ള അവിടുത്തെ ദേശത്തെ അധികാരി പോലത്തെ 2-3 പോർച്ചുഗീസുകാർ വന്ന് ഈ പേപ്പറുകളെല്ലാം ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ ഒഫീഷ്യലി ബോംബെ എന്ന് പറയുന്ന നഗരം ഇംഗ്ലീഷുകാർക്ക് കൈമാറി. അപ്പോൾ ഈ ഒരു ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. ഇനിയാണ് കഥയുടെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ചാൾസ് വളരെയധികം സന്തോഷിച്ചു. ഇത്രയും വലിയ സ്ഥലവും ഐലൻഡും ഒക്കെ കൈ കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇത്രയും വർഷം ഇത്രയും കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചാൾസിന് മനസ്സിലായത്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നില്ല. ഇത്രയും വലിയ സ്ഥലം ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? എനിക്കിതിനകത്ത് നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പൈസയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹവും. ഉടനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാവാണ്, അതായത് ഞാൻ ഈ സ്ഥലം എന്തായാലും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ഈ സ്ഥലം എടുത്തോളൂ, ഞാൻ നിങ്ങൾക്ക് ലീസിന് തരാം. എന്നിട്ട് അന്നത്തെ കാലത്ത് വെറും 10 പൗണ്ട് ഗോൾഡിൽ, വെറും 10 പൗണ്ട് ഒരു വർഷം ലീസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എനിക്ക് 50,000 പൗണ്ടും കൂടെ നിങ്ങൾ ലോൺ തരണം. 6% പലിശ തന്നു. അങ്ങനെ 6% പലിശയ്ക്ക് 50,000 പൗണ്ട് രാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി 10 പൗണ്ട് ഒരു വർഷത്തേക്ക് ലീസിനും കൊടുത്ത് ബോംബെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത് കൊടുത്തിട്ട് ചാൾസ് രാജാവ് മിണ്ടാതിരുന്നു. ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൃത്യമായി അറിയാമായിരുന്നു എങ്ങനെ ഇതിൽ നിന്നും ഒരു മെച്ചമുണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അവിടെയാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ജെറാൾഡ് ഓഞ്ചിയർ എന്ന് പറയുന്ന അന്നത്തെ, നമ്മൾ ഇന്ന് ബോംബഹിയ എന്നുള്ളത് ബോംബെ ആയി, നമ്മൾ ഇന്ന് കാണുന്ന ബോംബെ എന്ന് പറയുന്ന നഗരത്തിനെ ബോംബെ ആക്കി മാറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടാണ് ജെറാൾഡ് ഓഞ്ചിയർ. പലപ്പോഴും ഓഞ്ചിയറിനെ കുറിച്ച് പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല, ഓങ്കിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് നമ്മൾ ഈ കാണുന്ന മുംബൈയിലെ പോർട്ടുകൾ, വെയർ ഹൗസുകൾ, ഫാക്ടറികൾ, ഈ ഒരു സിറ്റിയുടെ പ്രധാനപ്പെട്ട ടെംപ്ലേറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത് ജെറാൾഡ് ഓങ്കിയറാണ്. ആൻഡ് 1665 ബോംബെ കിട്ടിക്കഴിഞ്ഞ് ലീസിന് കൊടുത്ത സമയത്ത് തന്നെ അവിടുത്തെ ജനസംഖ്യ നോക്കിയാൽ മതി, വെറും 10,000 ആൾക്കാരായിരുന്നു. വെറും 20 വർഷം കൊണ്ട് 60,000 മുകളിൽ ജനസംഖ്യ അവിടെ വന്നു. അതുമാത്രമല്ല വളരെയധികം റിലീജിയസ് ടോളറൻസ് ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ജൂസ്, പാർസീസ്, നമ്മൾ ഇന്ന് കാണുന്ന ബോംബെ ഉണ്ടല്ലോ, എല്ലാ മതങ്ങളിലുള്ള ആൾക്കാർ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുന്ന ഒരു സിസ്റ്റം അന്ന് ക്രിയേറ്റ് ചെയ്തത് ജെറാൾഡ് ഓങ്കിയറാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ബോംബെ. വെറുതെ സ്ത്രീധനം കിട്ടിയതല്ല, കൊടുത്ത സ്ത്രീധനം 3-4 വർഷം പിടിച്ചു വെച്ചിട്ടാണ് അവർ ഈ സംഭവം വിട്ടത്. സോ ഇന്ന് ചരിത്രം രസകരത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ബോംബെ എന്ന് പറയുന്ന മഹാനഗരം, ബോംബഹിയ എന്നൊരു നഗരം ഒരു സ്ത്രീധനമായിരുന്നുവെന്നും അത് എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത രസകരമായ ഒരു കഥയിലൂടെ ഒരു ചരിത്രം രസകരമായി അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ആൻഡ് ഇറ്റ്സ് മീ അർജുൻ ആർ ശങ്കർ.